ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. വ്യവസായ പ്രമുഖനും നടിയും തമ്മിലുള്ള പ്രശ്നം, സമാധി വിവാദം, ഒരു സബ് കളക്ടർ, കഴിഞ്ഞ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വിശേഷങ്ങളിൽ ചിലതാണ് ഇത്. ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് നിങ്ങളെ എത്തിച്ചത് സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടതും കേട്ടതുമായ വിവരങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്നതിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും വരെ നിശ്ചയിക്കുന്നതിൽ സോഷ്യൽ മീഡിയ നിസ്സാര പങ്കല്ല വഹിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സാമൂഹിക ബന്ധങ്ങളും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കുന്ന അവരുടെ രീതികളും ഇന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിലാണ്. ലോകത്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായി കൂട്ടുകൂടാനും ആശയങ്ങൾ പങ്കുവെക്കാനും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരം നൽകുന്ന മികച്ച പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയ എന്നത് ശരിയാണ്. പക്ഷേ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം ആസക്തിയിലേക്കും സൈബർ ബുള്ളറ്റിംഗിലേക്കും സോഷ്യൽ മീഡിയയിൽ നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന സമ്മർദ്ദത്തിലേക്കും നയിക്കും. സൈബർ സാങ്കേതിക വിദ്യകൾ മനുഷ്യ മനസ്സിനെ വളരെ സങ്കീർണമായ രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റഹ്മുദ്ദീൻ PK പറയുന്നു. സോഷ്യൽ മീഡിയ മനുഷ്യ മനസ്സിനെ എന്തെല്ലാം രീതിയിൽ സ്വാധീനിക്കുന്നുവെന്നും അതിന്റെ പരിണത ഫലങ്ങൾ എന്തെല്ലാമാണെന്നും സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്താണെന്നും അതിന്റെ ആവശ്യകത എന്താണെന്നുമുള്ള വിവരങ്ങൾ ഡോക്ടർ റഹ്മുദ്ദീൻ വേൾഡ് സ്കൈ മലയാളവുമായി പങ്കുവെച്ചത് ഇങ്ങനെയാണ്. മനുഷ്യ മനസ്സിൽ സൈബർ ഇടങ്ങളുടെ സ്വാധീനം. നമ്മൾ കരുതുന്നതിലും അപ്പുറം സോഷ്യൽ മീഡിയ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഭീകരമായ അടിമത്തത്തിലേക്കും ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്കും അത് ആളുകളെ നയിക്കുന്നു. മനുഷ്യന്റെ മാനസികാവസ്ഥയിലും ചിന്തകളിലും സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മറ്റുള്ളവരുടെ മതിപ്പ് നേടുക. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിലൂടെ മറ്റുള്ളവരുടെ മതിപ്പ് നേടണമെന്ന ചിന്ത ആളുകളിൽ വളരും. അവരുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയും ഷെയറിലൂടെയുമാണ് ഇവർ തങ്ങളെ സ്വയം വിലയിരുത്തുന്നത്. ഈ സ്വഭാവം ഒരു വ്യക്തിയുടെ സ്വഭാവമാനത്തെയും ആത്മവിശ്വാസത്തെയും സാരമായി ബാധിക്കുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ ഓൺലൈനിൽ കാണുന്ന മറ്റു വ്യക്തികളുമായി സ്വയം താരതമ്യം ചെയ്യാൻ ആളുകൾ പ്രേരിതരാകുന്നു. ഇത് സ്വയം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്കും ആത്മാഭിമാന കുറവിലേക്കും നയിക്കുന്നു. നഷ്ടബോധം. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നില്ലെങ്കിൽ ഓൺലൈനിലായുള്ള പല പ്രധാന കാര്യങ്ങളും സംഭവങ്ങളും തനിക്ക് നഷ്ടമാകുന്നു എന്ന ഭയം പലരിലുമുണ്ട്. സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേടുന്ന സന്തോഷവും അറിവും തെറ്റായ അറിവുകളും തനിക്ക് ലഭിക്കില്ലെന്നും ഒറ്റപ്പെട്ടു പോകുമെന്നും ഇവർ ചിന്തിക്കുന്നു. താങ്ങാൻ കഴിയാത്തത്ര വിവരങ്ങൾ. സോഷ്യൽ മീഡിയയുടെ മണിക്കൂറുകൾ നീണ്ട ഉപയോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം വിവരങ്ങളാണ് അവരുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഇത് അവരുടെ ബുദ്ധിക്ഷമതയെ ബാധിക്കുന്നു. ഇത്രയും വിവരങ്ങൾ അപഗ്രഹിക്കാനുള്ള ശ്രമത്തിൽ ഭൗതികമായ തളർച്ച നേരിടും. മുഖാമുഖ ബന്ധങ്ങൾ കുറയുന്നു. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗത്തിലൂടെ നേരിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കുറയുന്നു. മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവുകൾ ഇല്ലാതെയാകുന്നു. സോഷ്യൽ മീഡിയയുടെ സഹായമില്ലാതെ ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നില്ല എന്ന സ്ഥിതി ഉണ്ടാകുന്നു. എക്കോ ചേംബറുകൾ. സോഷ്യൽ മീഡിയ നിശ്ചയിച്ച അൽഗോരിതങ്ങൾ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതേക്കുറിച്ച് പല ആളുകൾക്കും അവബോധമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഉള്ളടക്കം നമുക്ക് താല്പര്യമുള്ള ഉള്ളടക്കം മാത്രമാണെന്നത് മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ അൽഗോരിതം നിശ്ചയിച്ചിട്ടുള്ള ഉള്ളടക്കമാണ് നമ്മൾ കാണുന്നത്. ഒരാളുടെ ധാരണകളും വിശ്വാസങ്ങളും സമീപനങ്ങളെയും രൂപപ്പെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. വളരെ പക്ഷാപാതമായ നിലപാടുകളാണ് മനസ്സിൽ വളരുന്ന അവസ്ഥയിലേക്കാണ് ഈ സാഹചര്യം ആളുകളെ നയിക്കുന്നത്. സൈബർ ബുള്ളിംഗ്. സൈബർ ബുള്ളിങ്ങിന്റെ വിളനിലമാണ് സോഷ്യൽ മീഡിയ. ഓൺലൈനായി ആളുകൾ അപഹസിക്കപ്പെടുന്നതും വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നതും ദിവസേന നമ്മൾ കാണുന്നുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആരെയും ആർക്കും എന്നും പറയാനുള്ള ഇടമാണ് സോഷ്യൽ മീഡിയ എന്ന ചിന്ത അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് സമൂഹത്തെ നയിക്കുന്നത്. ഓൺലൈനായി നേരിടുന്ന വ്യക്തിഹത്യകൾ ആളുകളെ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വൈകാരിക തളർച്ചയിലേക്കും എത്തിക്കുന്നു. ഡിജിറ്റൽ അഡിക്ഷൻ. മദ്യപാനമോ പുകവലിയോ പോലെ ശക്തവും അതുപോലെ തന്നെ അപകടകാരിയുമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അമിതമായ നിർബന്ധ ബുദ്ധിയോടെ ഡിജിറ്റൽ ഉപകരണങ്ങളോ സാങ്കേതിക വിദ്യയോ ഉപയോഗിക്കാനുള്ള തോന്നലാണ്. ജീവിതത്തിന്റെ പല മേഖലയെയും ഇത് ബാധിക്കും. മാനസിക ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ജോലിയെയും നിത്യജീവിതത്തെയും ഇത് ദോഷകരമായി ബാധിക്കും. എന്താണ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ? ഉപയോക്താക്കളുടെ മാനസിക ആരോഗ്യത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ആഴത്തിലുള്ള സ്വാധീനത്തിനും ദോഷകരമായ പ്രത്യാഘാതങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ. മാനസിക വൈകാരിക സന്തുലിതാവസ്ഥയും ക്ഷമയും വീണ്ടെടുക്കാനായി ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും മനഃപൂർവ്വമായി വിട്ടുനിൽക്കുന്ന രീതിയാണ് ഇത്. ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷന്റെ ഗുണങ്ങളും രീതികളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഓഫ്ലൈനായി ആക്റ്റീവ് ആകുക. ഡിജിറ്റൽ ഉപയോഗം കുറയുന്നതിലൂടെ ഓഫ്ലൈനായി കൂടുതൽ സജ്ജമാകാൻ സാധിക്കുന്നു. വായന പോലുള്ള ഹോബികൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു. ആളുകളുമായി നേരിട്ടുള്ള ഇടപെടലുകൾ വർദ്ധിക്കുന്നു. സോഷ്യൽ മീഡിയ ആസക്തി കുറയുന്നു.
കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നു, വൈകാരിക ക്ഷേമം വർദ്ധിക്കുന്നു, അതിരുകൾ നിശ്ചയിക്കപ്പെടുന്നു, ഡിജിറ്റലിന്റെ ഉപയോഗത്തിന് സ്ക്രീൻ ടൈം നിയന്ത്രണം ഉണ്ടാകുന്നു, കിടപ്പുമുറിയിലും ഭക്ഷണം കഴിക്കുമ്പോഴും ഒത്തുചേരലുകളും ഫോൺ ഉപയോഗം വേണ്ട എന്ന നയം രൂപപ്പെടുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കാൻ മൊബൈൽ ആപ്പുകളുടെയും ടൂളുകളുടെയും സഹായം തേടുന്നു. ബോധവൽക്കരണം. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് യുവാക്കൾ ഉൾപ്പെടെ ആളുകളെ ബോധവൽക്കരിക്കുക. എന്താണ് സോഷ്യൽ മീഡിയയുടെ ആസക്തി, സൈബർ ബുള്ളിങ്, അതുകൊണ്ടുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്ന ആളുകളെ ബോധവൽക്കരിക്കുക. ഡിജിറ്റൽ സാക്ഷരത മെച്ചപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ഉള്ളടക്കം വിമർശനാത്മകമായ വിലയിരുത്താൻ ആളുകളെ ബോധവൽക്കരിക്കുക. ഓൺലൈനായി നമ്മുടെ മുന്നിൽ തെളിയുന്ന സത്യങ്ങളും യഥാർത്ഥ ജീവിതത്തിലെ സത്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കുക. മാനസിക ആരോഗ്യത്തിന്റെ പിന്തുണ. സോഷ്യൽ മീഡിയ ഉപയോഗത്തെ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈക്കോളജിസ്റ്റുകളുടെയും കൗൺസിലർമാരുടെയും സേവനം ലഭ്യമാക്കുക. സമാന പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അനുഭവങ്ങൾ പങ്കുവെക്കുകയും പരിഹാരം ചർച്ച ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.